നമസ്കാരം, ഋഷിപ്രപ്തം ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് കുംഭമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെയാണ് അവതരിപ്പിക്കുന്നത്. ഓരോ രാശിക്കൂറുകാർക്കും കുംഭമാസം എങ്ങനെ ഉണ്ടാകുമെന്ന് നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം. ഓരോ രാശിക്കൂറുകാരുടെയും പ്രത്യേകം ഫലങ്ങളെ പറഞ്ഞു പോകാം. ആദ്യം നമുക്ക് മേടക്കൂറുകാരുടെ ഫലത്തെ പറയാം. മേടക്കൂറിൽ വരുന്നത് അശ്വതി, ഭരണി, കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങളാണ്. മേടക്കൂറുകാരെ സംബന്ധിച്ച് വ്യാപാര വ്യവസായങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് വളരെ നേട്ടം ഉണ്ടാകുന്ന സമയമാണ്. ധനപരമായിട്ട് പുരോഗതി ഉണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ വിജയങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. സന്താന പ്രാപ്തി ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കുന്നതാണ്. കൂടാതെ ഗുരുജനങ്ങളിൽ നിന്നുള്ള അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. വീട്ടിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാകുന്നതാണ്. സാധാരണക്കാരായിട്ടുള്ളവർക്ക് പോലും തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകുന്നതാണ്. വിദേശത്ത് ജോലിയൊക്കെ ചെയ്യുന്നവർക്ക് സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാകുന്നതാണ്. വീടൊക്കെ വാങ്ങാനോ അല്ലെങ്കിൽ വീട് നിർമ്മാണമോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമാണ്. കുടുംബപരമായിട്ടുള്ള സ്വത്തുവകകളൊക്കെ ലഭിക്കുന്ന സമയമാണ്. രോഗങ്ങൾക്കൊക്കെ ശമനം ഉണ്ടാകുന്നതാണ്. വിദേശയാത്രയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകുന്ന സമയമാണ്. വീട്ടുപകരണങ്ങളൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനും സാധിക്കുന്നതാണ്. തൊഴിലിൽ പുരോഗതി പൊതുവെ ഉണ്ടാകുന്നതാണ്. ഗണപതി ഭഗവാന് അർച്ചന നടത്തുക, ശിവക്ഷേത്രത്തിൽ ധാര നടത്തുക, ദേവീക്ഷേത്രത്തിൽ വെള്ളപ്പൂക്കൾ കൊണ്ട് മാല സമർപ്പിക്കുക എന്നിവയൊക്കെ ദോഷത്തെ ഇല്ലാതാക്കും. ഇനി നമുക്ക് ഇടവക്കൂറുകാരുടെ കുംഭമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തിൽ നോക്കാം. ഇടവക്കൂറിൽ വരുന്നത് കാർത്തികയുടെ മുക്കാൽ ഭാഗം, രോഹിണി, മകരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് കുംഭമാസത്തിൽ പ്രതീക്ഷിക്കുന്ന സാമ്പത്തിക നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ സാധിക്കുന്നതാണ്. പരീക്ഷകളിലൊക്കെ വിജയം ഉണ്ടാകുന്നതാണ്. കലാകാരന്മാരായിട്ടുള്ളവർക്കും നേട്ടമുണ്ടാകുന്നതാണ്. തൊഴിലിലും പൊതുവെ എല്ലാവർക്കും നേട്ടമുണ്ടാകുന്നതാണ്. കലാകാരന്മാരായിട്ടുള്ളവർക്ക് അംഗീകാരങ്ങളും സാമ്പത്തിക നേട്ടവും ഉണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികളായിട്ടുള്ളവർ മടി പിടിക്കാതെ ശ്രദ്ധിക്കേണ്ടതാണ്. അവർ എല്ലാ കാര്യങ്ങളിലും ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകേണ്ട സമയമാണ്. അതേപോലെ തന്നെ സാമ്പത്തിക ചെലവുകളും നിയന്ത്രിക്കേണ്ടതാണ്. ആഗ്രഹങ്ങൾക്ക് ഒരു പരിധി നിശ്ചയിച്ചുകൊണ്ട് വേണം ചെലവുകളെ നിയന്ത്രിക്കാൻ. ഇടവക്കൂറുകാർക്ക് പൊതുവെ നല്ല സമയം തന്നെയാണ്. വിദേശയാത്ര ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും അനുകൂല സമയമാണ് എന്ന് പറയാം. ആരോഗ്യ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ വയ്ക്കുന്നത് നല്ലതാണ്. ശിവക്ഷേത്രത്തിൽ ധാര നടത്തുക, ദേവീക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന നടത്തുക, നാഗങ്ങൾക്ക് മഞ്ഞൾ അഭിഷേകം, നൂറുപാലും എന്നീ വഴിപാടുകളെ ചെയ്യുന്നതും ദോഷങ്ങൾ ഇല്ലാതാക്കുന്നതാണ്. ഇനി നമുക്ക് മിഥുനക്കൂറുകാരുടെ കുംഭമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം. മിഥുനക്കൂറിൽ വരുന്നത് മകയിരത്തിന്റെ രണ്ടാം പകുതി, തിരുവാതിര, പുണർദത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് കുടുംബ സ്വത്തൊക്കെ കൈവരിക്കാൻ സാധിക്കുന്നതാണ്. ഭൂമി സംബന്ധമായിട്ടുള്ള ഇടപാടുകളിൽ ലാഭം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. എന്നാൽ ധനപരമായിട്ടുള്ള ഇടപാടുകളിൽ അല്പം ജാഗ്രത പാലിക്കേണ്ട സമയം കൂടിയാണ്. പൊതുവെ വീട്ടിൽ ഐശ്വര്യവും സമാധാനവും കളിയാടുന്ന സമയമാണ്. മക്കളുടെ വിവാഹ കാര്യത്തിലൊക്കെ പ്രതീക്ഷിച്ച പുരോഗതി ഉണ്ടാകുന്ന സമയമാണ്. സന്താനങ്ങളെ കൊണ്ട് മുതിർന്നവർക്ക് ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. അപ്രതീക്ഷിതമായി കുടുംബസ്വത്തോ മറ്റോ കൈവരാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. അപരിചിതമായിട്ടുള്ള എല്ലാ ക്രയവിക്രയങ്ങളും ഒന്ന് പ്രത്യേകം കരുതലെടുത്ത് ശ്രദ്ധിച്ച് ചെലവാക്കേണ്ടതാണ്. തൊഴിൽ സംബന്ധമായി വിദേശയാത്രയ്ക്കൊക്കെ യോഗം കാണുന്നുണ്ട്. കുടുംബത്തിൽ മുതിർന്നവരുടെയൊക്കെ ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയമാണ്. നയപരമായിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ കുടുംബാംഗങ്ങളുമായി ആലോചിക്കുന്നത് നല്ലതാണ്. ഒരു കാര്യങ്ങളിലും ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. ആഗ്രഹ സാഫല്യങ്ങൾക്കൊക്കെ ചെറിയ തടസ്സങ്ങൾ ഉണ്ടായി എന്ന് വരാം. വാക്കുകളൊക്കെ സമചിത്തതയോടുകൂടി ഉപയോഗിക്കുക. ആലോചിച്ച് വാക്കും പ്രവൃത്തിയും ഒക്കെ നിയന്ത്രിക്കുക. അവസരത്തിനൊത്ത് പെരുമാറുക. പൊതുവെ സന്തോഷകരമായിട്ടുള്ള ദിനങ്ങളാണ് കുംഭമാസത്തിൽ ഉണ്ടാകുക. ഇനി നമുക്ക് കർക്കിടക്കൂറുകാരുടെ വരുന്ന കുംഭമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തിൽ നോക്കാം. കർക്കിടക്കൂറിൽ വരുന്നത് പുണർദത്തിന്റെ കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച് മത്സര പരീക്ഷകളിലൊക്കെ വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇന്റർവ്യൂകളിലൊക്കെ പങ്കെടുക്കുന്നവർ വൻ വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. പുതിയ തൊഴിൽ മേഖലകളിൽ കഴിവ് തെളിയിക്കാൻ അവസരങ്ങൾ ലഭിക്കുന്നതാണ്. പൊതുരംഗത്ത് മറ്റുള്ളവരുമായി സഹകരണം പ്രകടമാകുന്നതാണ്. നിർമ്മാണ പ്രവർത്തനങ്ങളിലൊക്കെ മികവ് പുലർത്താൻ സാധിക്കുന്നതാണ്. ഭൂമി സംബന്ധമായി ചില ദുരിതങ്ങളൊക്കെ ഉണ്ടായേക്കാം. എന്നാൽ നേട്ടങ്ങളും അതേപോലെ തന്നെ ലഭിക്കുന്നതാണ്. തർക്കഭൂമികളിലൊക്കെ നിയമപ്രകാരം അത് പരിഹരിച്ചു കിട്ടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ബന്ധുജനങ്ങളുമായിട്ടുള്ള അകൽച്ചകളൊക്കെ മാറിക്കിട്ടാൻ അവസരങ്ങൾ ഉണ്ടാകും. ധനസ്ഥാപനങ്ങളിൽ നിന്ന് വായ്പ എടുത്തിട്ട് വീട് നിർമ്മിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. സാമൂഹ്യ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങളും അവസരങ്ങളിൽ ലഭിക്കുന്നതാണ്.
അതേപോലെ തന്നെ അനുമോദനങ്ങളും ഉണ്ടാകുന്നതാണ്. പൊതുവെ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതാണ്. പുതിയ വാഹനമൊക്കെ കൈവരാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. ഖനന മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. സുഹൃത്തുക്കളിൽ നിന്ന് സഹായ സഹകരണങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. ശാരീരികവും മാനസികവുമായി സന്തോഷം നിലനിൽക്കുന്ന സമയമാണ്. കുടുംബ ദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല വഴിപാടായി സമർപ്പിക്കുക. ദോഷങ്ങൾ ഇല്ലാതാകുന്നതാണ്. ഇനി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ വരുന്ന കുംഭമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന മകംപൂരം, ഉത്രങ്കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് സന്താനങ്ങൾക്ക് അന്യദേശത്തൊക്കെ പോകുന്നതിനും ജോലി ചെയ്യുന്നതിനുള്ള അവസരങ്ങൾ ഉണ്ടാകും. അവിടെ വിദ്യാഭ്യാസം, തൊഴിൽ എന്നിവ നേടുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. സർക്കാർ സംബന്ധമായി ചില ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. പ്രമോഷൻ, അനുമോദനം, പാരിതോഷികം എന്നിവയൊക്കെ ലഭിക്കുന്നതാണ്. സൈന്യം, പോലീസ്, നിയമരംഗത്തുള്ളവർ, ഡോക്ടർമാർ തുടങ്ങിയവർക്ക് അംഗീകാരങ്ങളും നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ്. പൊതുവെ ചിങ്ങക്കൂറുകാർക്ക് സൽകീർത്തി, സന്തോഷം, നല്ല സൗഹൃദങ്ങൾ എന്നിവയൊക്കെ അനുഭവത്തിൽ വരുന്നതാണ്. വീട് മോടി പിടിപ്പിക്കാനും വാഹനം വാങ്ങാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. സന്താനങ്ങൾക്ക് വിവാഹ മംഗളാദി കാര്യങ്ങൾ നടക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. ആരോഗ്യപരമായി സ്വന്തം കാര്യത്തിൽ അല്പം ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണ്. തൊഴിലിടങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ചെറിയ തർക്കങ്ങളിൽ പോലും ഇടപെടാതെ ഒഴിഞ്ഞു മാറി നിൽക്കേണ്ടതാണ്. പ്രതിസന്ധികളൊക്കെ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന സമയമാണ്. അതിനുള്ള ഈശ്വരാധീനം ഉണ്ട് എന്നർത്ഥം. ശിവക്ഷേത്രത്തിൽ ധാര നടത്തുക, ശാസ്താവിന് നീരാഞ്ജനം നടത്തുക, ദേവീക്ഷേത്രത്തിൽ ഗുരുതി പുഷ്പാഞ്ജലി പോലെയുള്ള വഴിപാടുകൾ നടത്തുക. ദോഷങ്ങൾ ഇല്ലാതാകുന്നതാണ്. ഇനി നമുക്ക് കന്നിക്കൂറുകാരുടെ വരുന്ന കുംഭമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. കന്നിക്കൂറിൽ വരുന്നത് ഉത്രത്തിന്റെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ലഭിക്കുന്നതാണ്. കുടുംബകാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. കൂടാതെ ഉദ്യോഗത്തിൽ സന്തോഷവും സംതൃപ്തിയും ഒക്കെ ഉണ്ടാകുന്നതാണ്. വിദേശത്തുള്ളവർക്ക് വൻകിട സംരംഭങ്ങളിലും അതുല്യമായിട്ടുള്ള മേഖലകളിലൊക്കെ പ്രവർത്തിക്കാനും ഒക്കെ അവസരങ്ങൾ ലഭിക്കുന്നതാണ്. ശരീരത്തിന് ഇടവിട്ട് ബലഹീനതകളൊക്കെ ഉണ്ടായി എന്ന് വരാം. പൊതുമേഖല, IT, സർക്കാർ മേഖല എന്നീ തൊഴിലൊക്കെ ഏർപ്പെടുന്നവർക്ക് ഗുണകരമായിട്ടുള്ള സമയമാണ്. സാധാരണ തൊഴിലുകളൊക്കെ ചെയ്യുന്നവർക്കും സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന സമയമാണ്. കാർഷിക വ്യവസായ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന കന്നിക്കൂറുകാർക്ക് അല്പം സമയം മോശമാണ്. എന്നിരുന്നാൽ മാസാവസാനത്തോടുകൂടി സ്ഥിതിഗതികളൊക്കെ മെച്ചമാകുന്നതാണ്. വീട്ടിൽ മംഗളകാര്യങ്ങളൊക്കെ നടക്കാനുള്ള സാഹചര്യങ്ങളുമാണ്. പ്രതിസന്ധികളെയൊക്കെ ഈശ്വരാധീനത്തിൽ തരണം ചെയ്ത് പോകാൻ സാധിക്കുന്നതാണ്. അന്യരിൽ നിന്ന് പോലും അപ്രതീക്ഷിത സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ്. സഹോദരങ്ങളിൽ നിന്ന് ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. നാട്ടിലും വീട്ടിലുമൊക്കെ സ്വീകാര്യമായിട്ടുള്ള അനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. കന്നിക്കൂറുകാർ ആരോഗ്യസ്ഥിതി മെച്ചമായി സംരക്ഷിക്കേണ്ട കാലമാണ്. ഹനുമാൻ സ്വാമിക്ക് വെറ്റില സമർപ്പിക്കുക, ശാസ്താവിന് നീരാഞ്ജനം നടത്തുക എന്നിവയൊക്കെ ദോഷത്തെ ഇല്ലാതാക്കും. ഇനി നമുക്ക് തുലാക്കൂറുകാരുടെ വരുന്ന കുംഭമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. തുലാക്കൂറിൽ വരുന്നത് ചിത്തിരയുടെ രണ്ടാം പകുതി, ചോതി, വിശാഖത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. തുലാക്കൂറുകാരെ സംബന്ധിച്ച് അധിക ബാധ്യതകളൊക്കെ വരുത്താതെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. സ്വന്തക്കാരിൽ നിന്നും സർക്കാർ കാര്യങ്ങളിൽ നിന്നുമൊക്കെ ആനുകൂല്യങ്ങൾ കുറഞ്ഞു വരുന്ന സമയമാണ്. കടബാധ്യതകൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. താൽക്കാലികമായിട്ടുള്ള പുതിയ സംരംഭങ്ങളിലൊന്നും ഏർപ്പെടാതിരിക്കുക. പൊതുവെ ധനം ചെലവാക്കിയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി നിൽക്കുക. മുമ്പുണ്ടായിരുന്ന കടബാധ്യതകളൊക്കെ കഠിനാധ്വാനത്തിലൂടെ കുറച്ചൊക്കെ ഒന്ന് മറികടക്കാൻ സാധിക്കും. അധിക ബാധ്യതകളൊക്കെ വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യസ്ഥിതിയും കൂടുതലായി ശ്രദ്ധിക്കുക. സ്വദേശത്തോ വിദേശത്തോ ഒക്കെ യാത്ര ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. വിനോദ കേന്ദ്രങ്ങളിലൊക്കെ സഞ്ചരിക്കാനും അതൊക്കെ ആസ്വദിക്കാനുമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. സന്താനപുഷ്ടി ഉണ്ടാകുന്നതാണ്. സന്താനങ്ങളിൽ നിന്ന് സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. നിയമപ്രശ്നങ്ങളിലൊക്കെ കുടുങ്ങിക്കിടന്ന ചില പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. അധികമായി അധ്വാനം വേണ്ടിവരും. അതുമൂലം ശാരീരികമായി ക്ഷീണം അനുഭവപ്പെട്ടേക്കാം. നല്ല രീതിയിൽ അലച്ചിലും ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വന്നേക്കാം. ഗൃഹോപകരണങ്ങൾ, വാഹനങ്ങൾ എന്നിവയൊക്കെ വാങ്ങുന്നതിന് ആലോചിച്ചു വേണം ചെയ്യുവാൻ. ഈശ്വരാധീനം കുറവുള്ള സമയമാണ്. അത് വർദ്ധിപ്പിക്കാനായി പുണ്യക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കേണ്ടതാണ്. കൂടാതെ ദേവീക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന, ശത്രുസംഹാര പുഷ്പാഞ്ജലി, നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ ദർശനം, ലക്ഷ്മി ദേവിയെ സങ്കല്പിച്ച് വെള്ളിയാഴ്ചകളിൽ നെയ്വിളക്ക് കൊളുത്തുക എന്നിവയൊക്കെ ദോഷത്തെ ഇല്ലാതാക്കും. ഇനി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ വരുന്ന കുംഭമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന വിശാഖത്തിന്റെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ഭൂമി ലാഭം ഉണ്ടാകുന്നതാണ്. വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാധിക്കുന്നതാണ്. ഉന്നത പദവികളൊക്കെ തേടിയെത്തുന്നതാണ്. കുടുംബകാര്യങ്ങളിലൊക്കെ സന്തുഷ്ടി അനുഭവപ്പെടുന്നതാണ്. അന്യദേശത്ത് ഔദ്യോഗികമായി പോകേണ്ട അവസ്ഥ ഉണ്ടാകുന്നതാണ്. ശ്രദ്ധയോടുകൂടി കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതാണ്.
റിയൽ എസ്റ്റേറ്റ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. സന്താനങ്ങളെ സംബന്ധിച്ച് പഠന പുരോഗതി ഉണ്ടാകുന്നതാണ്. തൊഴിൽ നേട്ടവും ഉണ്ടാകുന്നതാണ്. പൊതുവെ ഭൂമി ലാഭം ഉണ്ടാകുന്ന സമയമാണ്. വാഹന യോഗവും ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. ദമ്പതികൾക്ക് പൊതുവെ തൊഴിൽ നേട്ടമുണ്ടാകുന്നതാണ്. സഹോദര സ്ഥാനീയരിൽ നിന്ന് ഗുണാനുഭവങ്ങളും ഉണ്ടാകുന്നതാണ്. അമിതമായി ധനം ചെലവഴിച്ചുകൊണ്ടുള്ള സംരംഭങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടാതിരിക്കുക. പ്രൊഫഷണൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമാണ്. അപ്രതീക്ഷിതമായി ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്നതാണ്. ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും പരിചരണവും ആവശ്യമാണ്. വീട്ടിലെ മുതിർന്ന അംഗങ്ങൾക്ക് സന്തോഷവും സമാധാനവും കൈവരുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് അപ്രതീക്ഷിത വിജയങ്ങളും ഉണ്ടാകുന്നതാണ്. ശിവക്ഷേത്ര ദർശനം നടത്തുക, ശാസ്താവിന് നീരാഞ്ജനം നടത്തുക, ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുക എന്നിവയൊക്കെ ദോഷത്തെ ഇല്ലാതാക്കും. ഇനി നമുക്ക് ധനുക്കൂറുകാരുടെ വരുന്ന കുംഭമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം. ധനുക്കൂറിൽ വരുന്നത് മൂലം, പൂരാടം, ഉത്രാടം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ധനുക്കൂറുകാരെ സംബന്ധിച്ച് പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ പരീക്ഷയിൽ കൂടുതൽ വിജയങ്ങൾ കൈവരാൻ സാധിക്കുന്നതാണ്. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്നതാണ്. രോഗദുരിതങ്ങളൊക്കെ ക്രമേണ കുറഞ്ഞു വരുന്നതാണ്. ആരോഗ്യരംഗം, കായികരംഗം എന്നീ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് സാമാന്യം ഭേദപ്പെട്ട സമയമാണ്. സർക്കാർ സംബന്ധമായിട്ടുള്ള ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. കുടുംബത്തിൽ സന്താനഭാഗ്യം ഉണ്ടാകുന്നതാണ്. ആചാര്യസ്ഥാനത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. കുടുംബസ്വത്ത് പോലെയുള്ള കാര്യങ്ങളൊക്കെ കൈവരുന്ന സമയമാണ്. ശരീരത്തിന് ക്ലേശം ഉണ്ടാകുന്ന ജോലികളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കേണ്ട സമയമാണ്. ശിവക്ഷേത്ര ദർശനം പതിവായിട്ട് നടത്തുക. ധന്വന്തരി പൂജ ഈ അവസരത്തിൽ ചെയ്യുന്നത് ഗുണപരമാണ്. കൂടാതെ ദേവീക്ഷേത്രത്തിൽ നിത്യം ദർശനം നടത്തുക. ഭദ്രകാളി സങ്കല്പത്തിൽ പുഷ്പാഞ്ജലി നടത്തുക. ഇവയൊക്കെ ദോഷത്തെ ഇല്ലാതാക്കുന്നതാണ്. ഇനി നമുക്ക് മകരക്കൂറുകാരന് വരുന്ന കുംഭമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തിൽ നോക്കാം. മകരക്കൂറിൽ വരുന്നത് ഉത്രാടത്തിന്റെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. മകരക്കൂറുകാരെ സംബന്ധിച്ച് പിണങ്ങി നിന്നിരുന്നവരൊക്കെ അടുത്ത് ചേരുന്നതാണ്. യോജിപ്പുണ്ടാകുന്നതാണ്. പൊതുവെ ഈശ്വരാനുഗ്രഹം ഉണ്ടാകുന്നതാണ്. പൊതുവെ സാമ്പത്തിക നിലയും മെച്ചമാകുന്നതാണ്. ഭൂമിയോഗം, വീട് യോഗം എന്നിവയൊക്കെ ഉണ്ടാകുന്നതാണ്. നേതൃപാടവം മൂലം അനുകൂല ഫലങ്ങൾ കൈവരാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന ചില ശത്രുക്കളൊക്കെ കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാഹചര്യമുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ ഫലങ്ങളൊക്കെ അനുകൂലമായിരിക്കുന്നതാണ്. കൂടാതെ കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. അതേപോലെ തന്നെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. അഭിനയം, സംഗീതം എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ അനുകൂല സമയമാണ്. വീട് നിർമ്മാണമൊക്കെ മുടങ്ങിക്കിടക്കുന്നവർക്ക് അതിനൊക്കെ പുതിയതായി തുടങ്ങാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. നവദമ്പതികൾക്ക് സന്താന ഭാഗ്യത്തിനും അനുകൂല സമയമാണ്. ദുർഗാ, ഭദ്രകാളി എന്നീ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. ശിവക്ഷേത്രത്തിൽ കൂവളമാല സമർപ്പിക്കുക. ഗണപതി ഭഗവാന് കറുകമാല സമർപ്പിക്കുക. ഇവയൊക്കെ മകരക്കൂറുകാർക്ക് ദോഷത്തെ ഇല്ലാതാക്കുന്നതാണ്. ഇനി നമുക്ക് കുംഭക്കൂറുകാരുടെ വരുന്ന കുംഭമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം. കുംഭക്കൂറിൽ വരുന്നത് അവിട്ടത്തിന്റെ രണ്ടാം പകുതി, ചതയം, പുരട്ടാതിയുടെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ധനം കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പുലർത്തേണ്ടതാണ്. കുംഭക്കൂറുകാർക്ക് ദൈവാധീനമുള്ള സമയമാണ്. ജന്മശനി ഉള്ളതുകൊണ്ട് തന്നെ കാര്യങ്ങൾക്കൊക്കെ അല്പം തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിൽ പോലും വ്യാഴസ്ഥിതി അനുകൂലമായതുകൊണ്ട് തന്നെ ഈശ്വരാധീനം മൂലം അതെല്ലാം നീങ്ങിപ്പോകാനുള്ള സാഹചര്യങ്ങളുണ്ട്. ധനം കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ധനപരമായിട്ട് നേട്ടത്തിനുള്ള സമയമാണെങ്കിൽ പോലും ചെലവുകൾ അധികരിക്കാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. വാക്കുകളൊക്കെ ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ടതാണ്. ദോഷം ദശാകാലം അനുഭവിക്കുന്നവർക്ക് ആരോഗ്യസ്ഥിതി മോശമാകാനും സാധ്യതയുണ്ട്. എന്നാൽ സാമ്പത്തികമായി അല്പം കരുതൽ എടുക്കുന്നത് അനുകൂല ഫലത്തെ ചെയ്യും. സുഹൃത്തുക്കളുടെ വാക്കുകൾ അമിതമായി വിശ്വസിക്കാതിരിക്കുക. സന്താനങ്ങൾക്ക് ആരോഗ്യകാര്യത്തിൽ മെച്ചമുണ്ടാകുന്നതാണ്. ദേവീക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി നടത്തുക. ശിവക്ഷേത്രത്തിൽ ധാര നടത്തുക. ഇവയൊക്കെ ദോഷത്തെ ഇല്ലാതാക്കും. ഇനി നമുക്ക് മീനക്കൂറുകാരുടെ വരുന്ന കുംഭമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം. മീനക്കൂറിൽ വരുന്നത് പുരട്ടാതിയുടെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. മീനക്കൂറുകാരെ സംബന്ധിച്ച് നല്ല ഫലത്തെ ലഭിച്ചു തുടങ്ങുന്ന സമയമാണ് എന്ന് പറയാം. കലാരംഗം, പൊതുവെ സംഗീതം, സാഹിത്യം, അഭിനയം, വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുന്നവർ എന്നിവർക്കൊക്കെ മെച്ചപ്പെട്ട കാലമാണ്. വീട് വാങ്ങാനുള്ള യോഗവും കാണുന്നുണ്ട്. വീട് നിർമ്മിക്കാനുള്ള യോഗവുമുണ്ട്. കൂടാതെ വാഹനം വാങ്ങാനും സാഹചര്യമുണ്ട്. മാതാപിതാക്കളുടെ ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. സന്താനങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന നേട്ടങ്ങൾ ഉണ്ടായി എന്ന് വരില്ല. വിദേശത്ത് തൊഴിൽ ലഭിക്കുന്നതിനുള്ള അവസരങ്ങൾ ലഭിക്കുന്നതാണ്. ചെറുകിട ജോലികളും മറ്റും ചെയ്യുന്നവർക്ക് സമയം അനുകൂലമാണ്. ഭൂമി വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഒക്കെ അനുകൂല സമയമാണ്. ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുക. ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി പുഷ്പാഞ്ജലി നടത്തുക.
ശിവക്ഷേത്രത്തിലും ഗണപതി ക്ഷേത്രത്തിലും ഒക്കെ ദർശനം നടത്തുക, ശക്തിയുക്ത വഴിപാടുകൾ ചെയ്യുക, മീനക്കൂറുകാർക്ക് ദോഷങ്ങൾ ഇല്ലാതാകുന്നതാണ്. 12 രാശിക്കൂറുകാരുടെയും കൊല്ലവർഷം 1200 ആണ്ട് കുംഭമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെയാണ് പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക. നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ശുഭദിനം.